ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രൊമോയിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ കിരണും കല്യാണിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കാണെങ്കിൽ പിരിയാൻ ഭയങ്കര സങ്കടം. രാത്രിയായി, അവർക്ക് ഉറക്കമൊന്നും വരുന്നില്ല. എന്ത് ചെയ്യാനാ കിരണേട്ടാ, നാളെ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ നെഞ്ച് പടപടാ ഇടിക്കുക. ഒറ്റയ്ക്കായതുകൊണ്ടാണ്. കിരണേട്ടനും കൂടി ഉണ്ടെങ്കിൽ ഇത്രയും ടെൻഷനൊന്നും ഇല്ലായിരുന്നു. അത് കേട്ടതും എന്ത് ചെയ്യാനാ കല്യാണി, പോയല്ലേ പറ്റൂ. നീ പരമാവധി ഇതൊക്കെ മുടക്കാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയാം. പക്ഷെ എന്തായാലും നിനക്ക് പോയേ പറ്റൂ. കാരണം നിനക്ക് വലിയ അധികാരങ്ങളും അംഗീകാരങ്ങളും കിട്ടാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ. പിന്നെ നിന്റെ അച്ഛൻ്റെ മുൻപിൽ നീ തല താഴ്ത്താൻ പാടില്ല കല്യാണി എന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ടതും അതെനിക്കറിയാൻ കിരണേട്ടാ. അതെ, സംസാരമൊക്കെ മതി. ഇനി നമുക്ക് വളരെ കുറച്ചു നേരം മാത്രമേ ഉള്ളൂ ഉറങ്ങാൻ. എന്നാൽ പിന്നെ ഉറങ്ങിയാലോ. അത് കേട്ടതും കിരൺ ചിരിച്ചുകൊണ്ട് കല്യാണിയെ ചേർത്ത് പിടിക്കുക. അപ്പോൾ കല്യാണി കിരണിൻ്റെ തോളത്ത് ചാഞ്ഞിങ്ങനെ ഉറങ്ങുക. ഭയങ്കര ഇതോടുകൂടെ തന്നെ. അപ്പോഴും കിരണിന് ഭയങ്കര സങ്കടമുണ്ട്. ഈശ്വര, കല്യാണി നാളെ പോകുമ്പോൾ സഹിച്ച് നിൽക്കാൻ പറ്റണേ. ഒരാഴ്ച അവൾ എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അവളെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. എനിക്കാകെ നല്ല സങ്കടമുണ്ട് കല്യാണി പോകുന്നതിൽ. കല്യാണി പോകുമ്പോൾ കരയാതിരിക്കാൻ എന്നെ സഹായിക്കണേ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ സമയം കല്യാണി അതേപോലെ തന്നെ, ഭഗവാനെ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ എൻ്റെ കിരണേട്ടനെ പിരിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതാദ്യമായിട്ടാണ് ഒരാഴ്ചയൊക്കെ പിരിയാൻ പോകുന്നത്. എപ്പോഴും ഇതുവരെ കിരണേട്ടനെ പിരിയാത്തതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള വേദനയും വിഷമമൊന്നും ഉണ്ടാവാതെ നീ കാത്തോണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടുപേരും കിടക്കുക. അങ്ങനെ കിടന്നു ഉറങ്ങിപ്പോയി. നേരം വെളുത്തതുപോലും അറിഞ്ഞില്ല. പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. കല്യാണി റെഡിയാവുന്നതൊക്കെ കണ്ടിട്ട് കിരണിന് നല്ല സങ്കടമുണ്ട്. ഒപ്പം കല്യാണി, കിരണേട്ടാ ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറയുക. ഇത് കേട്ടതും പോവുക അല്ലേ? ഒരാഴ്ച എന്ന് പറയുമ്പോൾ എത്ര ദിവസം? ഒരു 5 ദിവസം, അല്ലെങ്കിൽ ഒരു 7 ദിവസം. 7 ദിവസമൊന്നും വേണ്ടി വരില്ല. 5 ദിവസം അല്ലെങ്കിൽ 6 ദിവസം നിന്നാൽ മതി. ആ സമയമാകുമ്പോഴേക്കും ഞാനിവിടെ ബോറടിച്ച് പോകുമല്ലോ കല്യാണി. അതുകൊണ്ടല്ലേ കിരണേട്ട ഞാൻ പറഞ്ഞത് ഞാൻ പോകുന്നില്ല എന്ന്. ഇനി ഏതെങ്കിലും ഇതിന് വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നേ കിരണേട്ടാ. ഇത് വേണ്ടാന്ന് വെക്കാം. അത് പറ്റില്ല. പെട്ടെന്ന് പോ. നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല. പെട്ടെന്ന് പോയി അതൊക്കെ അറ്റൻഡ് ചെയ്ത് വലിയ ആളായിട്ട് തിരിച്ചു വരണം. സമ്മാനമൊക്കെ മേടിച്ച് പൊന്നാട അണിഞ്ഞ് വരുന്ന എൻ്റെ ഭാര്യയും കാത്ത് ഞാനിവിടെ ഇരിക്കും. അത് കേട്ടതും അതിന് ഞാൻ മാത്രമല്ലല്ലോ, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നില്ലേ? അതിൽ ആരൊക്കെ എന്നേക്കാളും മിടുക്കന്മാരോ ഉണ്ടാവും. അതൊന്നും പറഞ്ഞാൽ എനിക്ക് അറിയില്ല കല്യാണി. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് നിനക്കായി സമ്മാനം കിട്ടുകയുള്ളെന്ന്. നീയേ സമ്മാനം മേടിച്ച് എൻ്റെ മുൻപിലേക്ക് വരുവുള്ളെന്ന്. എനിക്കതിൽ 100-ൽ 100% വിശ്വാസമുണ്ട്. നീ ജയിക്കും കല്യാണി, നീ ജയിക്കും എന്നും പറഞ്ഞ കല്യാണിയെ ചേർത്ത് പിടിച്ച് കിരൺ ഇങ്ങനെ സന്തോഷത്തോടെ പറയുക. ഈ സമയം എല്ലാവരും സങ്കടത്തോടെയും സന്തോഷത്തോടെയൊക്കെ കല്യാണിയെ യാത്രയാക്കുകയാണ്. അങ്ങനെ കല്യാണി പോയി. ഈ സമയം രാഹുൽ ആലോചിക്കുകയാണ് ജനലെ കൂടെ. പോടിപ്പോ, ചെല്ല്. നീ ഇന്ന് പോകുന്ന വഴി നിന്റെ മരണമായിരിക്കും. നീ ഇനി ഒരിക്കലും തിരിച്ചിങ്ങോട്ട് വരില്ലടി. നിന്നെ കൊന്ന് എൻ്റെ മോളെ കിരണിനെയും ഒന്നിപ്പിക്കും ഞാൻ. അവരെ ഒന്നിച്ചിട്ട് അവർക്കിടയിലുണ്ടാകുന്ന നിന്റെ കുഞ്ഞിനെയും ഞാൻ തീർക്കും. എൻ്റെ മോളുടെ ജീവിതം തകർന്നത് നീ ഒറ്റൊരുത്തി കാരണമാണ്. നീ കിരണിൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ സരയുമോള് സന്തോഷത്തോടെ കിരണിനോടൊപ്പം ജീവിച്ചാനെ. ഇതിപ്പോൾ ലോക ഫ്രോഡായ മനോഹർ എന്ന തരികടയോടൊപ്പം അവൾ ജീവിക്കുന്നത്. അവൾക്ക് പോലും അറിയില്ല അവനൊരു ക്രൂരനും ദുഷ്ടനും ചതിയനുമാണെന്ന്. ഈ ലോകത്ത് അവനിഷ്ടം പോലെ ഭാര്യമാരുണ്ടെന്ന്. എന്നിട്ടും എൻ്റെ മോളോടത് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് എനിക്ക്. അങ്ങനൊരവസ്ഥ ലോകത്തൊരച്ഛനും ഉണ്ടായിട്ടില്ല. പക്ഷേ നിൻ്റെ കാര്യം, നീ ഇന്ന് സന്തോഷിക്കുക. ഈ സന്തോഷം ഞാൻ എന്നേക്കുമായി തല്ലിക്കെടുത്തും. നീ കാരണം കിരൺ എൻ്റെ മോളെ മറന്നത്. നീ ഒറ്റൊരുത്തി കാരണം കിരൺ എൻ്റെ മോളെ സ്നേഹിക്കാതെ ആയത്. നിന്നെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാടി. നീ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും കിരണിനെ വിട്ട് പോകില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് നിന്നെ മരണത്തിലേക്ക് തന്നെ തള്ളിയിടാമെന്ന് ഞാൻ കരുതിയത്. നീയും നിന്റെ കിരണും ഇനി ഒന്നിക്കാൻ പാടില്ല. നിന്റെ ഈ പോക്ക് ഒടുക്കലത്തെ പോക്കായിരിക്കണം. ഇനി ഒരിക്കലും നീ തിരിച്ചു വരാൻ പാടില്ല. വരാത്ത ഈ വീട്ടിലേക്ക് ഇനി നീ അവസാനമായിട്ട് പോലും കാല് കുത്തിലടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഇങ്ങനെ ജനൽ വഴി ആലോചിച്ച് നോക്കി നിൽക്കുക. ഈ സമയം കിരണിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ രൂപ, എന്താ മോനെ ഇത്? പറ്റുന്നില്ലമ്മേ, ഇതുവരെ ഞാൻ അവളെ പിരിഞ്ഞു നിന്നിട്ടില്ലല്ലോ. അതിൻ്റെ ഒരു സങ്കടം മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുക. എന്താണെന്നറിയില്ല, അവൾ പോയപ്പോൾ ആകെ മൊത്തത്തിലൊരു തളർച്ച പോലെ. ഞാൻ ഇത്തിരി കിടക്കട്ടെ. നീയേ ഇങ്ങനെ ചെയ്താൽ പിന്നെ എങ്ങനെ ശരിയാവും? കല്യാണി മോള് പോയപ്പോഴേ പറഞ്ഞതല്ലേ പോകുന്നില്ല എന്ന്. നിന്റെ വിഷമമൊക്കെ കണ്ടിട്ടാ അവൾ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അവൾ പോയില്ലെങ്കിൽ അവൾക്ക് കിട്ടാനുള്ള എല്ലാം നഷ്ടപ്പെടില്ല അമ്മേ. അത് നമ്മൾ നഷ്ടപ്പെടുത്തിയ പോലെ ആവില്ലേ? അവൾ എത്തണം, ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തണം.
അങ്ങനെ ഉയരങ്ങളിലേക്ക് പറന്ന് എൻ്റെ കല്യാണി വലിയൊരാളാവണം, അവളെ തൊഴുത്തിലിട്ട് വളർത്തിയ അവളുടെ അച്ഛൻ്റെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. അവൾ 2 പെൺമക്കളെ ഉണ്ടായിട്ടും ആ പെൺമക്കളെ തിരിഞ്ഞു പോലും നോക്കാതെ ഒരു വറ്റുപോലും കൊടുക്കാതെ സ്നേഹിക്കാത്ത ആ പ്രകാശനെ ഒരു പാഠം പഠിപ്പിക്കണം. അതുപോലെ പ്രകാശൻ എന്ന് പറയുന്ന ആ കാട്ടാളൻ സ്വന്തം മകനെ മാത്രമാണ് രാജകുമാരനെന്നും പറഞ്ഞ് വളർത്തുന്നത്. അവൻ്റെ അഹങ്കാരം അവസാനിപ്പിക്കണം. അവൻ്റെ മകനല്ല യഥാർത്ഥത്തിൽ മകളാണ് നല്ലത് എന്ന്, മകളാണ് ശരിയെന്ന് അവൻ മനസ്സിലാക്കണം. അതിനുവേണ്ടി ഏതറ്റം വരെ പോകേണ്ടി വന്നാലും ഞാൻ പോകുമേ. അത് കേട്ടതും എന്തൊക്കെ പറഞ്ഞാലും പ്രകാശൻ്റെ മനസ്സ് മാറുമെന്ന് തോന്നുന്നില്ല. അയാളൊരു ഫ്രോഡാ, പക്ക ക്രിമിനല്. അങ്ങനെയുള്ളപ്പോൾ പ്രകാശൻ എങ്ങനെ മാറാനാ മോനെ? അതൊക്കെ മാറുമേ. അമ്മ നോക്കിക്കോ, ഇപ്പം തന്നെ അയാളുടെ കൂടെ ഒരുത്തിയുണ്ട്, കാർത്തിക. അവള് അയാളെ സ്വന്തം അച്ഛനെ പോലെ സ്നേഹിച്ചുകൊണ്ട് നടക്കുക. ആ അച്ഛൻ തന്നെ വിളിക്കുന്നതും എന്തൊക്കെയാ അയാൾക്ക് ചെയ്തു കൂട്ടി കൊടുക്കുന്നേ. അവൻ കാരണം ഞങ്ങൾക്ക് അവർ തന്ന ആ വർക്ക് പോലും ഇല്ലാതാക്കി. സാരമില്ല, അതൊക്കെ ഞങ്ങൾ സഹിച്ചു. പക്ഷെ നാളെ അവൾക്ക് കിട്ടാൻ പോകുന്ന ഇതെന്താണെന്നറിയാമോ? വലിയൊരു തലവേദനയായിരിക്കും. പ്രകാശൻ എന്ന് പറയുന്നവൻ പെൺമക്കളെ വെറുക്കുന്നവനാണെന്ന് അവൾ മനസ്സിലാക്കും. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ അവൾ തന്നെ പ്രകാശനെ ചവിട്ടി പുറത്താക്കുകയും ചെയ്യും. അയാൾ ചെയ്ത ഓരോ ക്രൂരതകളും പച്ച കള്ളമായിട്ട് എല്ലാവരോടും നുണ പറഞ്ഞ് പറ്റിച്ചു കൊടുത്തതാ. അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഒരിക്കൽ കാർത്തികയും എല്ലാം സത്യങ്ങളും തിരിച്ചറിയും. പെൺമക്കളെ തള്ളിക്കളഞ്ഞും പെൺമക്കളെ ഒരുപാട് ക്രൂരമായി പീഡിപ്പിച്ചും ആ അച്ഛൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് അതൊക്കെ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പെണ്ണായ ഒരു കാർത്തികയ്ക്ക് ഒരിക്കലും അയാളെ സ്നേഹിക്കാൻ കഴിയില്ലമ്മേ. അതെന്തെങ്കിലും ആവട്ടെ, ചിലപ്പോൾ അയാളുടെ നല്ല സമയമായിരിക്കും. അതുകൊണ്ടായിരിക്കും അയാൾക്ക് ശുക്രൻ തലയിൽ ഉദിച്ചു നിൽക്കുന്നത്. എന്തായാലും എല്ലാവർക്കും എപ്പോഴും നല്ല കാലം ഉണ്ടാവില്ലല്ലോ മോനെ. അത് ശരിയാവും. പ്രകാശനെ കുറിച്ച് തിരിച്ചറിഞ്ഞ് കാർത്തിക നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരും. ആ ഓർഡറും മറ്റും നിങ്ങൾക്ക് തന്നെ തരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് രൂപയെ CS അകത്തേക്ക് പോവുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശാരിയാണ്. ശാരിക്ക് വിഷമം സഹിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും സരയുവിനെ തന്നെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈശ്വര, എൻ്റെ മോളല്ല സരയു. ഞാനത് അറിഞ്ഞിട്ടും എന്താ എൻ്റെ മനസ്സിങ്ങനെ? എനിക്കാകെ മൊത്തത്തിൽ ടെൻഷനാണല്ലോ ഈശ്വര. എൻ്റെ മോളെ നീ എന്നിൽ നിന്നും അകറ്റുമോ ഭഗവാനെ? എൻ്റെ മോളെ എന്നിൽ നിന്നും നീ ആർക്കും അകറ്റി കൊടുക്കരുത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. എൻ്റെ മോളെന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. അവളെ ഞാൻ വളർത്തിയത് ഒരന്യയുടെ മോളായിട്ടല്ല, എൻ്റെ സ്വന്തം മോളായിട്ടാണ്. പ്രസവിക്കുന്ന സമയത്ത് ബോധം കെട്ട് എഴുന്നേറ്റ് ഞാൻ എൻ്റെ കുഞ്ഞായിട്ട് കണ്ടത് എൻ്റെ സരയുനെയാണ്. അല്ലെങ്കിൽ എന്തിനാ നീ എനിക്ക് അങ്ങനെ ഒരു വിധി തന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ നീ എന്തിനാ എടുത്തത്? ഞാൻ ഇതുവരെ ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ലല്ലോ ഭഗവാനെ. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിച്ചേ? ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ആ കുഞ്ഞിൻ്റെ മുഖം പോലും കാണാനാകാതെ എൻ്റെ കുഞ്ഞിനെ നീ എടുത്തു കളഞ്ഞില്ലേ? അങ്ങനെയുള്ളപ്പോൾ എനിക്ക് കിട്ടിയ നിധിയാ സരയു. ഞാൻ അന്നും ഇന്നും എന്നും എപ്പോഴും വിശ്വസിക്കുന്നത് സരയു എൻ്റെ മോളാന്നാ. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ അവൾ എൻ്റെ മോളല്ല എന്ന് പറയുമ്പോൾ അതെനിക്ക് എങ്ങനെ സഹിക്കും ഭഗവാനെ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ മോളെ വേണം. എൻ്റെ പൊന്നു മോളെ അന്വേഷിച്ച് ആരും വരരുത്. ആ താരയെന്ന് പറയുന്നവളുടെ മോളാണ് സരയു, എനിക്കറിയാം. പക്ഷേ പ്രസവിച്ചവളോടെ അവളുടെ മോള് മരിച്ചുപോയെന്നല്ലേ അവൾ അറിഞ്ഞത്. എന്ന് മരിച്ചുപോയ എൻ്റെ മോള് ജീവനോടെ ഉണ്ടെന്നും അത് സരയുവാണെന്നും എല്ലാവരും എന്നെ പറഞ്ഞ് പഠിപ്പിച്ചില്ലേ? അത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനി ഒരിക്കലും താരയെന്ന് പറയുന്നവൾ എൻ്റെ മോളെ അന്വേഷിച്ച് വരരുത്. അതിനുവേണ്ടി നിനക്ക് എത്ര വഴിപാട് വേണമെങ്കിലും ഞാൻ നടത്താം, എത്ര കാണിക്ക് വേണമെങ്കിലും നിനക്ക് ഞാൻ ഇടാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുന്നടാ താരയെ കണ്ടതും ശാരിക്കാകെ ദേഷ്യം ഇങ്ങനെ പെരുത്ത് കയറുക. അപ്പോൾ വീട്ടിലാരുമില്ല, സരയും രാഹുലൊന്നുമില്ല, മനോഹറുണ്ടെന്ന. അങ്ങനെ പെരുത്ത് കയറുന്ന സമയത്ത് താര വന്ന് കോളിംഗ് ബെല്ലടിക്കുമോ, ഈ പിശാചെന്തിനെ ഇപ്പം ഇങ്ങോട്ട് വന്നേ? എൻ്റെ മോളെക്കുറിച്ചും ഇവളെക്കുറിച്ചും ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ആ സമയത്ത് വരും അവൾ. എൻ്റെ മോളിൽ അധികാരം സ്ഥാപിക്കാൻ സമ്മതിക്കില്ല ഞാൻ, വിട്ടുകൊടുക്കില്ല ഞാൻ. എനിക്ക് വേണം എൻ്റെ മോളെ എനിക്ക് മാത്രമുള്ളതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി കണ്ണുനീരൊക്കെ തുടച്ച് ദേഷ്യത്തോടെ കതക് തുറക്കുക. എന്നിട്ട് എന്താടി നിനക്ക് എന്താ വേണ്ടത് എന്നും ചോദിക്കുകയാണ്. അപ്പോൾ താര, ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. നിൻ്റെ മോളോ? അത് ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോളാ. അപ്പോൾ താര, അല്ല, അത് എൻ്റെ മോളാ. സരയു എൻ്റെ കുഞ്ഞാ. എനിക്ക് വേണം എൻ്റെ മോളെ. ഞാൻ എൻ്റെ മോളെ ഒന്ന് കണ്ടോട്ടെ. എൻ്റെ മോളെ ഒന്ന് പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുക്ക്. അത് കേട്ടതും, എൻ്റെ മോളെ നിൻ്റെ മോളായിട്ട് നിനക്ക് വേണമെന്നോ? ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെടുത്തി വളർത്തി വലുതാക്കി എൻ്റെ സ്നേഹം മുഴുവനും അവൾക്ക് വേണ്ടി പകർന്നു നൽകി, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ നേടിക്കൊടുത്ത്, അവൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഞാൻ ദ്രോഹിച്ച് മറ്റുള്ളവരെ ശത്രുക്കളാക്കി എല്ലാം ചെയ്ത് അവസാനം അത് നിൻ്റെ മോളാണെന്നും പറഞ്ഞ് നീ തട്ടിക്കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ലടി. ഈ ജന്മത്തിൽ ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ താരാങ്ങിയ ഭാഷയിൽ എനിക്കെൻ്റെ മോളെ കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിയമത്തിൻ്റെ അടുത്ത് പോകും, നിയമത്തിനോട് പോയി പറയും എൻ്റെ മോളാന്ന്. ഞാനൊരിക്കലും അവളെ തള്ളിക്കളഞ്ഞിട്ടില്ല. പ്രസവിച്ച് കിടക്കുന്ന എന്നരികിൽ നിന്നും ബോധമില്ലാതെ
കിടന്ന് എൻ്റെ അടുത്ത് നിന്നും എൻ്റെ ആൾക്കാർ എടുത്തുകൊണ്ട് പോയത് എൻ്റെ കുഞ്ഞിനെ. അതുകൊണ്ട് ഞാൻ എൻ്റെ നേടിയെടുക്കാൻ വേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോവും, ആര് വേണമെങ്കിലും ചെന്ന് കാണും. അതിലെനിക്ക് ഒരു ഇതുമില്ല, ഒരു മടിയുമില്ല. ഓഹോ, അപ്പം എൻ്റെ മോളെ എന്നിൽ നിന്നും തട്ടിയെടുക്കാനാണ് നിൻ്റെ ഉദ്ദേശം അല്ലേ? സമ്മതിക്കില്ല ഞാൻ ജീവനോടിരിക്കുമ്പോൾ അതിന് ഞാൻ അനുവദിക്കില്ല. അതെൻ്റെ മോളാ. എൻ്റെ മോളെ കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോവും. അത് കേട്ടതും നീ എവിടെ പോയാലും ഞാൻ വരും. എനിക്ക് എൻ്റെ കുഞ്ഞിനെ വേണം, എൻ്റെ സരയുവിനെ എനിക്ക് വേണം. അതെൻ്റെ മകളാ, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്. പ്ലീസ് എനിക്കെൻ്റെ കുഞ്ഞിനെ തരണം, വിട്ടു തരണം എന്നും പറഞ്ഞുകൊണ്ട് താര ശാരിയുടെ മുൻപിൽ കൈകൂപ്പുകയാണ്. അത് കണ്ടതും ശാരിക്കും സങ്കടം സഹിക്കാൻ പറ്റില്ല. അതെ താരെ, ഞാനൊരു കാര്യം പറയാം. എനിക്കെൻ്റെ മോളെ പിരിയാൻ പറ്റില്ല. എൻ്റെ മോളെ എൻ്റെ എല്ലാം. നിങ്ങൾ പ്രസവിക്കാത്ത മോൾക്ക് നിങ്ങൾ ഇത്രയും സ്നേഹം കൊടുക്കുന്നു, എന്നാൽ നൊന്ത് പ്രസവിച്ച് എൻ്റെ അരികിൽ നിന്നും എൻ്റെ കുഞ്ഞിനെ എടുത്ത് മാറ്റിയവരൊക്കെ ഭയങ്കര ദുഷ്ടന്മാരാ. പക്ഷെ അവസാനം എൻ്റെ കുഞ്ഞ് ജീവിച്ചിരിക്കുന്നുണ്ടെന്നും അത് സരയുവാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞതും എന്തുമാത്രം വേദന എനിക്കുണ്ടെന്നറിയാമോ? എനിക്കെൻ്റെ കുഞ്ഞിനെ വേണം എന്നും താര കരഞ്ഞുകൊണ്ട് പറയുക. ഇത് കേട്ടതും തരില്ലടി ഞാൻ. അപ്പോൾ താരയ്ക്ക് ദേഷ്യം കയറി താര ശാരിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഞാൻ മേടിക്കും എന്നും ആംഗ്യ ഭാഷയിൽ. ഇത് കേട്ടതും ശാരി ഒരൊറ്റ തള്ള്. താര ചെന്ന് വീണത് സ്റ്റെപ്പിൻ്റെ അവിടെയാണ്. സ്റ്റെപ്പിൻ്റെ ആ ഒരു ഇതിൽ തലയിടിച്ച് താരയുടെ ബോധം പോയി. ബോധം കെട്ട് താര വീണതും ശാരി താരേ താരേ എന്നും പറഞ്ഞ് വിളിക്കുക. ഈശ്വര, ഇവിടെ എഴുന്നേക്കുന്നില്ലല്ലോ, ഇവിടെ ബോധം പോയല്ലോ, എന്താ ചെയ്യുക? താരേ എഴുന്നേക്ക്, താരേ എഴുന്നേക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര വിളിക്കാൻ ശ്രമിച്ചിട്ടും താര എഴുന്നേക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ശാരി താരയെ താങ്ങിയെടുത്തു. എന്നിട്ട് സ്റ്റെപ്പിൻ്റെ അടുത്തുനിന്ന് വലിച്ചങ്ങോട്ട് മാറ്റി കിടത്തുക. അപ്പോഴും താരയെന്ന് വിളിച്ചു. പക്ഷെ താര എഴുന്നേക്കുന്നില്ല. ഈ സമയം താര എഴുന്നേൽപ്പിച്ച് നിർത്താൻ നോക്കി. മുഖത്ത് വെള്ളം തളിച്ചു. എന്നിട്ടും താര എഴുന്നേക്കുന്നില്ല. അപ്പോൾ മനോഹർ അങ്ങോട്ട് വരിക. എന്താ അമ്മേ, എന്ത് പറ്റി ആൻറ്റിക്ക്? താരാൻ്റെ എന്തെങ്ങനെ കിടക്കുന്നേ? മോനെ ഒന്നും പറയണ്ട മോനെ. എന്താ സംഭവിച്ചേ? ഇപ്പോൾ ഞങ്ങൾ തമ്മിലൊരു വാക്ക് തർക്കം ഉണ്ടായി. അതിനിടയിൽ ഞാൻ പിടിച്ച് ഇവളെ തള്ളി. ഇവള് ചെന്ന് വീണത് ആ സ്റ്റെപ്പിൻ്റെ ഇതിലാണ്. അതിൽ തലയടിച്ച് ഇവളുടെ ബോധം പോയി. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. എത്ര വിളിച്ചിട്ടും എഴുന്നേക്കുന്നില്ല മോനെ. എനിക്കാണെങ്കിൽ പേടിയായിട്ട് പാടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി കരയുക. അമ്മക്കറിയാതെ നമുക്ക് നോക്കാം ഇവർക്ക് ജീവനുണ്ടോന്ന്. അമ്മ അവരവിടെ കിടത്ത്. അത് കേട്ടതും നമ്മുടെ ശാരി താരയെ അവിടെ കിടത്തുക. കിടത്തിയതിന് ശേഷം താരയുടെ അടുത്തേക്ക് ചെല്ലുക. താരയുടെ കൈ പിടിച്ച് നോക്കി. മൂക്കിൽ ശ്വാസമുണ്ടോ നോക്കി. മൂക്കിൽ ശ്വാസമില്ല. കയ്യിൽ നാടിയിടിപ്പുമില്ല. അത് കണ്ടതും മനോഹർ എനിക്ക് വലിയൊരു ഐഡിയ കിട്ടി. ഇനി ഈ സത്യം ഞാൻ മറച്ചു വയ്ക്കണമെങ്കിൽ ഇവരുടെ കയ്യിൽ നിന്നും പണം തട്ടിക്കൊണ്ടേയിരിക്കാം. അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം. എൻ്റെ ആൻറ്റി പണി പാളിയല്ലോ. ആൻറ്റി എന്തിനാ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് ദേഷ്യം പിടിച്ച് അവരെ പിടിച്ച് തള്ളിയത്? ആകെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നേ. ഇവർക്ക് ശ്വാസമില്ല, നാടിയെടുപ്പുമില്ല. ഇവർ തട്ടിപ്പോയെന്ന് തോന്നുന്നത്. എന്തായാലും ഇത് മറച്ചു വയ്ക്കാൻ 2 ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരുമല്ലോ ആൻറ്റി. അത് കേട്ടതും ശാരി പേടിച്ച് വിറച്ച് ഇല്ല ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാൻ വെറുതെ തള്ളിയതേ ഉള്ളൂ, അവൾ അങ്ങോട്ട് തെറിച്ച് പോയി വീണതാ. ഈശ്വര, ഇങ്ങനെയൊന്നും പറഞ്ഞേക്കല്ലേ. ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ പോലീസുകാരൊന്ന് ആൻറ്റിയെ പൊക്കും. എന്തായാലും ഒന്നും അറിയാത്ത പോലെ നമുക്കിരിക്കാം. ആൻറ്റി ഒന്ന് പിടിച്ചേ എന്നും പറഞ്ഞ് മനോഹർ താരയെ പിടിക്കാൻ പറയും. അങ്ങനെ താരയെ പിടിച്ചെഴുന്നേപ്പിച്ച് നിർത്തുക. എന്നിട്ടും മനോഹർ കുറേ വിളിച്ചു, ആൻറ്റി എഴുന്നേക്കാൻറ്റി. പക്ഷേ താരയോടെ എഴുന്നേക്കാൻ ശാരിയാണെങ്കിൽ കരഞ്ഞൊരു വഴിയായി അവിടെ ഇരുന്നു. അയ്യോ, ഞാൻ ഏത് ഗതികെട്ട നേരത്തെ ഇങ്ങനെ ചെയ്തത്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഈശ്വര, അവൾ എൻ്റെ അടുത്ത് മെക്കിട്ട് കയറാൻ വന്നോണ്ടാ ഞാൻ അവളെ പിടിച്ച് തള്ളിയത്. എൻ്റെ കഷ്ടകാലത്തിന് അവൾ ചെന്ന് വീണത് സ്റ്റെപ്പിലും. അവൾ മരിച്ചോ മോനെ? ഇനിയിപ്പോൾ എന്താ മോനെ ഞാൻ ചെയ്യുക? എനിക്കറിയില്ല അമ്മ വിഷമിക്കാതെ ഒരു 2 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിക്ക്. നമുക്കിവരെ മറവ് ചെയ്യാം. അയ്യോ, അങ്ങനെ മറവ് ചെയ്താലും ഇവരെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലുമൊക്കെ അന്വേഷിക്കില്ലേ? അപ്പുറത്തുള്ളവന്മാർ ഏത് നേരവും ഇവളുടെ കൂടെയാണ്. അങ്ങനെയുള്ളപ്പോൾ അവരന്വേഷിച്ചു കഴിഞ്ഞാൽ പണിയാകില്ല മോനെ. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഒരു കാര്യം അമ്മ, ഞാൻ പറഞ്ഞതുപോലെ എന്തൊക്കെ സംഭവിച്ചാലും ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ലല്ലോ. എങ്ങനെയെങ്കിലും ഇവരെ മറവ് ചെയ്യണം. ഇവർ മരിച്ചു എന്നറിഞ്ഞാൽ കല്യാണിയും കിരണും പിന്നെ സേനനും ഒന്നും വെറുതെ ഇരിക്കില്ല. ആൻറ്റി അവർ ജയിലിലാക്കുക തന്നെ ചെയ്യും. കല്യാണിയുടെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ എല്ലാവരും സ്വയമായിട്ട് വാദിച്ച് ജയിലിലാക്കുന്ന കൂട്ടത്തിലാവള്. അങ്ങനെയുള്ളപ്പോൾ താര ആൻറ്റിയെ കൊന്നതിന് അമ്മയെ അവർ വെറുതെ വിടില്ല. അതുകൊണ്ട് അമ്മ എന്തെങ്കിലും ചെയ്യണം. അമ്മ പെട്ടെന്ന് തന്നെ 2 ലക്ഷം രൂപ എവിടെന്നെങ്കിലും ഉണ്ടാക്ക്. ഇല്ലല്ലോ മോനെ, എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്നാലേ നമുക്കിവരെ മറവ് ചെയ്യാൻ പറ്റൂ. പിന്നെ മറവ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ? അതിന് വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് മനോഹരൻ നിൽക്കുക. അപ്പോഴേക്ക് ശാരി 2 ലക്ഷം രൂപ ഇല്ല. ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
2 ലക്ഷം കിട്ടിയില്ലെങ്കിൽ അമ്മ ജയിലിൽ പോകും എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. ഇത്രയും നാളും തേനെ പാല എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന മനോഹറും ശാരിയെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാൻ ഒരുങ്ങുമ്പോൾ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? താര മരണത്തിലേക്ക് പോകുമോ ഇല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരുമോ? മനോഹറിന്റെ കള്ളത്തരം മനസ്സിലാക്കി ശാരിയും രാഹുലിനെ പോലെ മനോഹറിന് അടിമയാകോ എന്നൊക്കെ തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.